ഒരാളെ കൊന്നിട്ട് എത്ര കാലം ഒളിച്ചു നിൽക്കാനാകും? എക്കാലത്തേക്കും ആകില്ല എന്നത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഒരു നാൾ പിടിയിലാകും. അതിന് നേർസാക്ഷ്യം വഹിക്കുന്ന ഒരു വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. കോഴിക്കോട് എടച്ചേരി ജമീല വധക്കേസിൽ നീണ്ട 25 വർഷത്തിന് ശേഷം പ്രതിയായ ഭർത്താവ് ഹമീദ് പിടിയിൽ. കാസർഗോഡ് ആദൂരിൽ വെച്ചാണ് പ്രതി എടച്ചേരി പോലീസിന്റെ പിടിയിലായത്. ഭാര്യ ജമീലയെ തലക്കടിച്ചും കഴുത്തു തിരിച്ചും കൊലപ്പെടുത്തിയ പ്രതി ദീർഘകാലമായി ഒളിവിലായിരുന്നു. ജമീലയുടെ മക്കളുടെ നീണ്ട നാളത്തെ പോരാട്ടമാണ് ഇതോടെ വിജയം കണ്ടത്. കാസർഗോഡ് മീൻ വിൽപ്പനക്കാരന്റെ മേൽവിലാസത്തിൽ തെല്ലു കൂസലില്ലാതെ സാധാരണ ജീവിതം നയിച്ചു വരികയായിരുന്നു ഹമീദ്. സ്വന്തം ഭാര്യയെ കൊന്ന നീണ്ട 25 വർഷത്തെ ഒളിവ് കാലം, അതും കേരളത്തിൽ തന്നെ. ഒളിവ് കാലം എന്നേക്കുമല്ല, അതിനൊരു നിശ്ചിത സമയമുണ്ട്. അത് കഴിഞ്ഞാൽ ഏത് മൂലയിൽ രക്ഷപ്പെട്ടെന്ന് കരുതി ഒളിച്ചാലും അകത്താകുമെന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാണ് ജമീല വധക്കേസ്. 2001 സെപ്റ്റംബർ 8-നാണ് സംഭവം. പുലർച്ചെ നിസ്കാരപ്പായിൽ മരിച്ചുകിടക്കുന്ന നിലയിലായിരുന്നു ജമീല. പത്രമിടാൻ പോയി തിരിച്ചെത്തിയപ്പോഴാണ് ഉമ്മയെ മരിച്ച നിലയിൽ കണ്ടതെന്ന് മകൻ ഓർക്കുന്നു. ഞാൻ ഏകദേശം 3-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പത്രവിതരണമായിരുന്നു എൻ്റെ ജോലി. പത്രവിതരണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. സാധാരണ സുബൈ നിസ്കരിച്ചിട്ട് ബെഡിലൊക്കെ കിടക്കും, അതേപോലെ കിടന്നായിരുന്നു. അപ്പം ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത്, പത്രം ഇട്ടിട്ട് വരുന്ന സമയത്ത് ഇയാൾ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉമ്മാനെ വിളിച്ചു, ഉമ്മ എഴുന്നേൽക്കുന്നില്ല. ഉമ്മാനെ വീണ്ടും വിളിച്ചു, ഉമ്മ എഴുന്നേൽക്കുന്നില്ല. അപ്പം എനിക്ക് പേടിയായി, സ്വാഭാവികമായിട്ട് പേടിയായിട്ട് അപ്പുറത്തെ ഇത്തയെ വിളിച്ചു. ഇത്ത വന്ന് വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. റോഡിൽ നിൽക്കുകയായിരുന്ന പ്രതിയായ ഹമീദ് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ മകന്റെ ശബ്ദം കേട്ട് വീട്ടിലേക്ക് ഓടിയെത്തി. പിന്നീട് സിനിമയെ വെല്ലുന്ന അഭിനയം. മൃതദേഹത്തിനരികിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. എന്നാൽ ഹമീദിന്റെ അഭിനയം അധിക നേരം നീണ്ടുനിന്നില്ല. മരണം സ്ഥിരീകരിക്കാനെത്തിയ ഡോക്ടറുടെ പരിശോധനയിൽ കൊലപാതകത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതിനു പിന്നാലെ പോലീസ് എത്തും മുൻപ് ഞൊടിയിടയിൽ അയാൾ സ്ഥലം വിട്ടു. ഹമീദിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് ജമീല അറിഞ്ഞതോടെ വഴക്കായി. ഇതിനൊടുവിലാണ് കൊലപാതകം. ഉമ്മയുടെ മരണം ഒരു സ്വാഭാവിക മരണമായിട്ട് കാണൂ എന്നുള്ള രീതിയിൽ മൊകേരി ഒരു ബന്ധം ഉണ്ടായിരുന്നു. അവരെ കല്യാണം കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്താകുന്നത് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ വന്നതിന് ശേഷം ഇത് അപകട മരണമാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇയാളെ പ്രതി രക്ഷപ്പെടുന്നത്. ഉപ്പ ഈ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുന്നത്. പലയിടങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ ഹമീദിനായി എടച്ചേരി പോലീസ് വലിയ അന്വേഷണം നടത്തി. നീണ്ട 25 കൊല്ലമായി അമ്മയെ കൊന്ന് സ്വന്തം പിതാവിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നിതാന്ത പരിശ്രമത്തിലായിരുന്നു മക്കൾ. അന്വേഷണത്തിൽ മെല്ലെപ്പോക്കെന്ന ആരോപണം ഉയർത്തി മക്കൾ പരാതി നൽകാത്ത ഉന്നത ഉദ്യോഗസ്ഥരില്ല. കഴിഞ്ഞ ഒരു കൊല്ലം മുന്നേ വരെ ഞാൻ വടകര DYSPക്ക് പരാതി കൊടുത്തിരുന്നു. വിളക്കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറി മാറി പരാതി കൊടുത്തിരുന്നു. ആഭ്യന്തരമന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കൊക്കെ മാറി മാറി പരാതി കൊടുത്തുകൊണ്ടേയിരുന്നു. നീതി കിട്ടേണ്ട ഉപയോഗമില്ല. കാരണം ഉമ്മാക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഉമ്മ മരിച്ചിട്ട് ഇപ്പോൾ 8 മാസമായി. ഉമ്മാക്ക് ഏകദേശം ഓർമ്മശക്തിയൊക്കെ പോയിട്ട് ഏകദേശം 2-3 കൊല്ലമായി. അതിന് മുന്നേ വരെ ഉമ്മ സ്ഥിരം ഇതിനെപ്പറ്റി പറയുമായിരുന്നു. ഏറ്റവും ഒടുക്കം പോലീസ് നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് കോഴിക്കോട് നിന്ന് അധികം ദൂരത്തല്ലാത്ത കാസർഗോഡ് വെച്ച് പ്രതി പിടിയിലായത്. കാസർഗോഡ് ആദൂർ സ്റ്റേഷൻ പരിധിയിൽ ബോവിക്കാനത്ത് ഒരു ജീവനെടുത്ത കുറ്റബോധമൊന്നുമില്ലാതെ മത്സ്യവിൽപ്പനക്കാരന്റെ വേഷമണിഞ്ഞ് ഒരു സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു ഹമീദ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.